ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ചക്കപ്പുഴുക്കിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, നോവിൻ കടലിൽ മുങ്ങിത്തപ്പി മുത്തുകൾ ഞാൻ വാരി, മുള്ളുകളെല്ലാം തേന്മലരാക്കി മാറിലണിഞ്ഞു ഞാൻ. ലോകമേ നിൻചൊടി ചിരി കാണാൻ കരൾ വീണമീട്ടി പാട്ടുപാടാം. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. എന്താണോ ഈ എപ്പിസോഡിൻ്റെ ഒരു ചിന്ത വന്നപ്പോഴേ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വന്നത് ഈ ഒരു പാട്ടാണ്. കാരണം നമ്മളെല്ലാവരും ഈ ഭൂമിയിലെ ഈ ലോകയാത്രയിൽ കണ്ണീരിൻ്റെ മഴയത്ത് ഒരു ചിരിയുടെ കുടയും ചൂടി നടക്കുന്നവരാണ് അല്ലേ? എല്ലാവരുടെയും ഈ ജീവിതയാത്രയുടെ പുറകിൽ ഒരു മഴയുടെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ഒരു മഴ എരമ്പിക്കൊണ്ടായിരിക്കുന്നത്. ആ മഴ ചിലപ്പം പല രൂപത്തിലും പല ഭാവത്തിലുമാണ്. ചിലർക്കതൊരു ചാറ്റൽ മഴയായിരിക്കും, ചിലർക്കതൊരു സാധാരണ മഴ പോലെ പെയ്തു തോരുന്നൊരു മഴയായിരിക്കും, ചിലർക്ക് ഇടിച്ചു കുത്തി ഇങ്ങനെ എന്നാ ഉരുളുപൊട്ടൽ പോലെ ഒഴുകി ഒലിച്ചു പോകുന്ന ഒരൊറ്റ വരവായിരിക്കും, അങ്ങനത്തെ ഒരു പേമാരിയായിരിക്കും. ചിലർക്ക് ഒരിക്കലും നിൽക്കാത്ത പോലത്തെ പ്രളയം, മാസങ്ങളോളം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രളയം, അതിൻ്റെ അകത്ത് കിടന്ന് കഷ്ടപ്പെട്ട് വരുന്നവരുമുണ്ട്. ആ പ്രളയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും നമ്മളെല്ലാവരും ഒരു ചിരിയുടെ കുട ചൂടി പോകാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ചിലർ വിജയിക്കും, ചിലർ പരാജയപ്പെടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വലിയ പ്രളയങ്ങളൊക്കെ വരുമ്പം ആ പ്രളയം വന്നു അല്ലെ പേമാരി വന്നു, അത് ഒന്ന് ശമിച്ചു തീർന്നു. അതുകൊണ്ട് ജീവിതത്തിൽ വീണ്ടും ഒരിക്കലും പ്രളയമോ പേമാരിയോ വരികയില്ലെന്നല്ല, വീണ്ടും വരും. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഗ്യാപ്പ് കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിലാണ് നമ്മുടെ ആ ജീവിതമാകുന്ന ഒരു തോണി അല്ലെ ഒരു വഞ്ചി അതിങ്ങനെ മുമ്പോട്ട് പോകുന്നത്, അല്ലെ ഇടിച്ച് തകരും നമ്മൾ അല്ലേ? അതുകൊണ്ടാണ് പല ആൾക്കാരും അതിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ വിഷാദ രോഗത്തിലേക്ക്, ജീവിതം അവസാനിപ്പിക്കുന്നതിലേക്കൊക്കെ എത്തിപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഈ കൊച്ചിലെയൊക്കെ നല്ല ഏത് മതമാണെങ്കിലും നല്ല വിശ്വാസത്തിൽ വളർന്നു വരുന്ന പിള്ളേർക്ക്, അവർക്കൊന്നും അങ്ങനെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് അവരെ ഈ മഴയ്ക്കോ അല്ലെങ്കിൽ ഇടിക്കോ ഒന്നും പേമാരിക്കോ ഒന്നും തകർത്ത് കളയാൻ പറ്റിയല്ല. അവർ പിടിച്ചു നിൽക്കും. അവർക്ക് ആ നല്ലൊരു ഉറച്ച വിശ്വാസം, ദൈവവിശ്വാസം ഉള്ളതുകൊണ്ട് അതിലവർ പിടിച്ചു നിൽക്കും. അങ്ങനെയുള്ള വിശ്വാസം ഇല്ലാതെ വളരുന്ന ആൾക്കാരാണ് ഈ ബൈബിളിൽ എഴുതിയേക്കുന്ന പോലെ പാറപ്പുറത്ത് വീണ വിത്ത് പോലെ അടിസ്ഥാനമില്ല, അടിത്തറയില്ല, വേരില്ലാതെയുള്ള വിശ്വാസമുള്ളവരുണ്ട്. അവർക്ക് പ്രതിബന്ധങ്ങൾ വരുമ്പോൾ അവരുടെ വിശ്വാസമെല്ലാം തകർന്ന് തരിപ്പടമായി പോകും. അങ്ങനെയുള്ളവരാണ് പലപ്പോഴും ഈ പരാജയപ്പെട്ടു പോകുന്നത്. ഇതെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ ഈ നോയമ്പൊക്കെ വലിയ നോയമ്പിൻ്റെയൊക്കെ സമയമാണല്ലോ. അപ്പോൾ എല്ലാവരും ഉപവാസം എടുക്കും, കുരിശിൻ്റെ വഴി കൂടും, പ്രാർത്ഥിക്കും. നമ്മുടെ പിടിച്ചു വെക്കുന്ന പൈസയിൽ നിന്ന് പറ്റുന്നിടത്തോളം ആവശ്യമുള്ള ആൾക്കാരെ അതുകൊണ്ട് സഹായിക്കാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കാറുണ്ട്. അപ്പം അതുപോലെ തന്നെ ഒരു മറ്റുള്ളവരുടെ ഒത്തിരി ആവശ്യമുള്ള ഒരു മേഖലയാണ് ഈ സങ്കടത്തിൻ്റെ പേമാരിയിൽ, പ്രളയത്തിൽ കഴിയുന്ന ആൾക്കാരെ നമ്മുടെ ചുറ്റുപാടും കാണും. നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ നമ്മുടെ സഹോദരങ്ങളിൽ, നമ്മുടെ കൂട്ടുകാരിൽ, വീട്ടുകാരിൽ, നാട്ടുകാരിലൊക്കെ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ അറിയുകയും കേൾക്കുകയും ചെയ്യില്ലാത്ത ആൾക്കാരെ പോലും ചിലപ്പോൾ നമ്മൾ വായിച്ച് അല്ലെ വല്ലവരും പറഞ്ഞു കേട്ടുള്ള അറിവ്, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് ഈ ലോകത്തിൽ. മാനസികമായിട്ട് പലതര തകർച്ചകളുണ്ടല്ലോ മനുഷ്യന്. ഈ സങ്കടത്തിൻ്റെ പെരുമഴ പല രീതിയിലുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് കഷ്ടതയായിരിക്കും, ചിലപ്പം മാനസികമായിട്ടുള്ള വിഷമങ്ങളായിരിക്കും. അപ്പോൾ അതിൽ കൂടെ എല്ലാം കടന്നു പോകുന്ന ആൾക്കാർ, അവർ ചിലപ്പോൾ ഒരു കട്ട പിടിച്ച് ഇരുട്ടിൻ്റെ ഒരു കൂരിരുട്ടിൻ്റെ അകത്ത് ഇരിക്കുമായിരിക്കും, സങ്കടങ്ങളുടെ ഒരു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു കൊച്ചു മെഴുകുതിരി ഇങ്ങനെ കത്തിച്ച് വെക്കുമ്പോഴേക്കും അതൊരു വലിയ പ്രകാശമാണ് അവിടെ അല്ലേ? അപ്പം അതുപോലെ ഒരു തിരിയാകാനായിട്ട്, അല്ലെങ്കിൽ ആ പ്രളയത്തിൻ്റെ അകത്ത് ആടി ഒലഞ്ഞ് വഞ്ചി ഇങ്ങനെ ഒലയുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ അകത്തൊരു ആ തോണിക്ക് ഒരു സഹായം കൊടുത്ത് അതിനെ ഒന്ന് നേരെ ഒന്ന് കൊണ്ടുപോകാനായിട്ട് ചെറിയൊരു സഹായം നമ്മുടേതായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു കൈ സഹായമായിട്ട് ഒക്കെ മാറാൻ നമുക്ക് നോയമ്പ് കാലത്ത് മാത്രമല്ല എന്നും പറ്റേണ്ടതാണ്. പക്ഷേ നമ്മളെപ്പോഴും പല പ്രതിസന്ധികളുണ്ടല്ലോ. അതായത് മനുഷ്യന് പെട്ടെന്ന് ഉള്ള മരണം കൊണ്ട് അങ്ങനെ വിഷമിക്കുന്ന, നൊമ്പരത്തിൽ ജീവിക്കുന്ന
വേദനയിൽ വിഷമിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മളെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള സംഭവങ്ങളുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചിലപ്പം പലപ്പോഴും കാര്യങ്ങളൊന്നും അറിയാതെ നമ്മൾ പലപ്പോഴും പലരെയും വിധിക്കുകയും അല്ലേ, ചിലപ്പം ചില പ്രശ്നങ്ങളൊക്കെ കിടക്കുമ്പോൾ നമുക്ക് തോന്നുന്നു അവർ തന്നെ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയതില്ല, അവരനുഭവിക്കട്ടെ എന്നൊക്കെ നമുക്ക് പലരും നമ്മൾ തന്നെ പലപ്പോഴും പറയുകയും വേറെ പലരോടും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. അപ്പം നമുക്കറിയത്തില്ല ഒരാളുടെ ശരി ഏതാ തെറ്റേതാ, അവർ കടന്നു പോകുന്ന വഴികളേതാ, അവരുടെ പ്രയാസങ്ങൾ നമുക്കൊന്നും അറിയത്തില്ല. നമുക്കൊന്നും മാത്രം അറിയാം, ആരും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാനും എന്നും പ്രശ്നങ്ങളിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടാനും ഒന്നും ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വരുന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം കാണും. അപ്പം നമ്മളെപ്പോഴും പറ്റുന്ന ചിലർക്ക് ഇങ്ങനെ ഒത്തിരി വിഷമത്തിലൊക്കെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ആരും അവരോട് മിണ്ടാൻ ചെല്ലുന്നതോ അതൊന്നും അവർക്ക് ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പം നമ്മൾ അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട് സംസാരിക്കാൻ പറ്റിയ ആൾക്കാർ കാണും. അങ്ങനെയുള്ളവരെ അവർക്ക് കിട്ടണേ, അങ്ങനെയുള്ള കൂട്ടുകാരെ ദൈവം തമ്പുരാനെ അവർക്ക് കൊടുക്കണേ, നീ അവർക്ക് തുണയായിരിക്കണേ. നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്കവരെ ഓർക്കാം അല്ലേ. അതുപോലെ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഒന്ന് തുറന്നു പറയാൻ, നമ്മുടെ മനസ്സിലെ ആ വിഷമം സങ്കടമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ, ഒരു സന്തോഷമാണെങ്കിലും ഒരു സങ്കടമാണെങ്കിലും ഒന്ന് പറഞ്ഞ് ഒന്ന് തീരാനായിട്ട് ആളെ കിട്ടാത്തതാണ് പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണത്. ആവശ്യ സന്ദർഭങ്ങളിൽ നമുക്ക് ആവശ്യത്തിന് സഹായത്തിന് ആൾക്കാരെ കിട്ടാതെ വരും. ഞാൻ ഓർക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷം ഈ സമയത്ത് എനിക്കൊന്ന് ഫെബ്രുവരി 27 തോന്നുന്നു, കഴിഞ്ഞ വർഷം ഏറ്റുമാനൂരടുത്തുള്ള ഷൈനി എന്ന് പറഞ്ഞൊരു പെങ്കൊച്ച് അതിൻ്റെ 2 പെൺപിള്ളേരുമായിട്ട് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിക്കുകയും അതിൻ്റെ പുറകിലായിട്ട് തന്നെ ജിസ്മോൾ എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് ആ ഏരിയയിൽ തന്നെ അവിടെ തന്നെയൊക്കെ ഉള്ളതാണ്. ആ പെങ്കൊച്ചും ഇതുപോലെ തന്നെ 2 പെൺപിള്ളേരായിട്ടൊരു പുഴയിൽ ചാടി മരിക്കുകയൊക്കെ ചെയ്ത അത് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കാം, അവരൊക്കെ മരിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നീ വിഷമിക്കേണ്ട, നമുക്കിത് ശരിയാക്കാം, ഞങ്ങളെല്ലാം നിൻ്റെ കൂടെ ഇല്ലേ എന്ന് പറയാനുള്ള ഒരു ശക്തമായ ഒരു സപ്പോർട്ട് അവർക്കുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരൊക്കെ ഇന്ന് നമ്മളോട് കൂടെ ജീവിച്ചിരുന്നതിന്. അവരുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് മിടുക്കരായി നല്ല നിലകളിലൊക്കെ എത്തി അവർ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സന്തോഷത്തോടെ ഒരു ചാരിതാർത്ഥ്യത്തോടുകൂടി ഞാനത് ചെയ്ത് പൂർത്തിയാക്കിയല്ലോ എന്ന് അവർക്കും ചിന്തിക്കാനും ജീവിക്കാനും ഒക്കെ പറ്റിയേനെ. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു വാക്കുകൊണ്ടോ ഒരു എന്തുകൊണ്ടെങ്കിലൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാരിറ്റി, അതും ഒരു വലിയ ചാരിറ്റിയാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി ഒരു ശക്തമായൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഞാൻ ഈയിടെ ഓർക്കുമായിരുന്നു, നമ്മൾ പലപ്പോഴും നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മളെ ആർക്കും ഇഷ്ടമില്ലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഇങ്ങനെ ചിലപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അവരങ്ങനെ ചിന്തിക്കുന്നത്. അവരുടെ പല കോംപ്ലക്സുകൾ കൊണ്ട് അവർക്ക് പല കുറവുകൾ കാണും. അപ്പോൾ കുറവുകൾ കൊണ്ട് അവർക്ക് അവർക്കെല്ലാവർക്കും എന്നോട് പിണക്കമായിരിക്കും അല്ലെ, അങ്ങനെയൊക്കെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഇരുട്ടിൻ്റെ അറയിൽ താമസിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പം പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഓർക്കാം, ഈയിടെ ഞാനൊരു ചുമ്മാ ഒരു സിംഗിങ് കോമ്പറ്റീഷൻ പോലെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു ലിങ്ക് അയച്ചു തന്ന ഞാൻ പാടിയത്. അപ്പം ഞാൻ ചോദിച്ചു എനിക്കും പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു എന്നാൽ ശരിക്കും പാടാമല്ലോ, ചുമ്മാ ഫോണെടുത്ത് പാടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചുമ്മാ ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ, അതിലൂടെ എന്നാ നേട്ടമൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ചുമ്മാ അതിൻ്റെ അകത്ത് പാടിയപ്പോഴേക്കും ഞാൻ എന്നിട്ട് ഈ പതിവ് പോലെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരോടും പറഞ്ഞു ഞാനിങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി ആൾക്കാർ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ പോലും എന്നെ വന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, എന്നെ സ്നേഹിക്കുന്ന ഇത്രയും ആൾക്കാർ ഭൂമിയിലുണ്ടോ എന്നുള്ള ആ ഒരു തോന്നൽ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ വളരെയേറെ ദൂരം ഇങ്ങനെ കൊണ്ടുപോകും. അത് പിന്നെ അതിൻ്റെ ആ ചാർജ് തീർന്നു കഴിയുമ്പോൾ വീണ്ടും നമ്മളവിടെ സ്റ്റക്കാവും. പക്ഷേ എങ്കിലും ആ ചാർജ് നമുക്ക് കിട്ടുമ്പം ആ കുറച്ച് സമയത്തേക്ക് നമ്മൾ ആ ഒരു ആൾക്ക് കൊടുക്കുന്ന വലിയ ഒരു എന്നാ പറയുന്ന ഒരു സപ്പോർട്ട് അല്ലെ, നമ്മളാൽ ഈ ജീവിതം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു പുണ്യപ്രവൃത്തിയാണ് വേറൊരാളുടെ മുഖത്ത് ഒരു ചിരി ഉണ്ടാക്കാൻ എൻ്റെ ഒരു വാക്കുകൊണ്ട് പറ്റിയെങ്കിൽ പിന്നെ അതിൽ കൂടുതൽ എന്താ നമുക്ക് ജീവിതത്തിൽ വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ഈ നോമ്പ് കാലത്ത് മാത്രമല്ല ജീവിതത്തിലുടനീളം അങ്ങനെ ഉള്ള ആൾക്കാരെയും കൂടെ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് ജീവിക്കാനായിട്ട് അവരെയൊക്കെ പ്രത്യേകമായിട്ടൊന്ന് സഹായിക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ടേക്ക് കെയർ.